നമസ്കാരം. ഈ 4 വർഷത്തെ ഭരണത്തിനിടയിൽ കേരളത്തോട് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കാട്ടിയ ഏറ്റവും വലിയ വഞ്ചന, ഏറ്റവും വലിയ തട്ടിപ്പ്, ഏറ്റവും ക്രൂരമായ അഴിമതി ഇതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ അല്പം നീണ്ടുപോയാൽ എന്നോട് പ്രേക്ഷകർ ക്ഷമിക്കുക, മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. കഥ ആരംഭിക്കുന്നത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തന്നെ വേണം. ഈ വാർത്ത തർക്കഭൂമിക്ക് വില കൊടുക്കും എന്ന് മാതൃഭൂമിയുടെ പരിചയസമ്പന്നനായ അനീഷ് ജേക്കബാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു. ഭൂപരിഷ്കരണ നിയമപ്രകാരം തോട്ടഭൂമി അല്ലാതായിത്തീരുന്ന മിച്ച ഭൂമി സർക്കാർ വില കൊടുത്ത്, ഭൂമിയുടെ വിലയും ചമയത്തിൻ്റെ വിലയും കൊടുത്ത് ഏറ്റെടുക്കണം എന്നതാണ് പുതിയ നിയമം. ഇത്തരം ഭൂമികൾ സംബന്ധിച്ച തർക്കങ്ങളൊക്കെ മാറ്റിവെച്ച് അതിൻ്റെ കൈവശക്കാരന് ഉടമസ്ഥാവകാശം കൊടുക്കുന്ന നിയമമാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് 15 ഏക്കറിൽ കൂടുതൽ ഭൂമി ഒരാൾക്കുണ്ടെങ്കിൽ അത് തോട്ടഭൂമിയാകണം. തോട്ടഭൂമിയുടെ സ്വഭാവം ഈ കൈവശക്കാരൻ ലംഘിച്ചാൽ അത് മിച്ച ഭൂമിയായി. മിച്ച ഭൂമിക്ക് ഒരു നിശ്ചിത വില കൊടുത്ത് സർക്കാരിനെ ഏറ്റെടുക്കാം. ഇതാണ് നിയമം. ആ വില നിശ്ചയിക്കുന്നത് സർക്കാരാണ്. എന്തിനാണ് ഈ ധൃതി പിടിച്ച നിയമം കൊണ്ടുവന്നതെന്നറിയാമോ? ഏതാണ്ട് 2000 ഏക്കർ ഭൂമി ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന പേരിൽ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്നത് KP യോഹന്നാൻ നേതൃത്വം കൊടുക്കുന്ന ബിലീവേഴ്സ് ചർച്ചിൽ നിന്നും സർക്കാർ ഏറ്റെടുക്കാൻ പോവുകയാണ് എരുമേലി വിമാനത്താവളത്തിന് വേണ്ടി. ഈ ഭൂമി പൂർണ്ണമായും സർക്കാരിൻ്റെതായിട്ടും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമനിർമ്മാണം. അത് ഇവർക്ക് മാത്രമല്ല, ഇങ്ങനെ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന സകലർക്കും ബാധകമാവും ഈ നിയമം വഴി. അതായത് കേരള സർക്കാരിൻ്റെ സ്വന്തം ഭൂമി, പാട്ടത്തിന് കൊടുത്ത് തിരിച്ചു തരാത്ത ഭൂമി, സർക്കാരിന് ഒരു പൈസ പോലും കൊടുക്കാതെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഭൂമി, ശതകോടികളുടെ ഭൂമി, ഇതടക്കം ഇനി മുതൽ കാശ് കൊടുത്ത് ഏറ്റെടുക്കേണ്ടി വരും. ഇത് എരുമേലി എയർപോർട്ടിന്റെ പേരിൽ ഉയരുന്ന എല്ലാ ഗൂഢാലോചനകളെയും ശരിവയ്ക്കുകയാണ്. തികച്ചും നിയമവിരുദ്ധമായി സർക്കാരിന്റെ ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ് ബിലീവേഴ്സ് ചർച്ച് എന്ന് എല്ലാ രേഖകളും വ്യക്തമാക്കുന്നു. സർക്കാർ ഇത് തോറ്റുകൊടുക്കാൻ തുനിഞ്ഞിട്ടും രാജമാണിക്യം ഒരു സ്പെഷ്യൽ കമ്മീഷണർ ആയപ്പോൾ എല്ലാ രേഖകളും പരിശോധിച്ച് ഇത് സർക്കാരിന്റെ ഭൂമിയാണ് എന്ന് കണ്ടെത്തി 30,000 ഏക്കർ ഏറ്റെടുത്തിരുന്നു. ഇതടക്കമുള്ള തർക്കഭൂമികളിൽ ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കമുള്ളത്. അതിനെതിരെ കൊടുത്ത പരാതിയിൽ ജസ്റ്റിസ് ആഷ രാജമാണിക്യത്തിന്റെ ഏറ്റെടുപ്പ് ശരിയാണ് എന്ന് കണ്ടെത്തുകയും അത് ഡിവിഷണൽ ബെഞ്ചിന് വിടുകയും ചെയ്തു. സർക്കാർ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നതിന് വേണ്ടി വാദിച്ച സുശീല ഭട്ട് എന്ന സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറെ മാറ്റി ഈ കമ്പനിയുടെ അവകാശം ഉന്നയിക്കുന്നവരുടെ മുൻകാല വക്കീലിനെ വെച്ച് സാങ്കേതികമായി അത് അവർ കൈവശപ്പെടുത്തി. സാങ്കേതികമായി എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനും തർക്കമില്ല. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് രാജമാണിക്യത്തിന് അത് ഏറ്റെടുക്കാൻ അവകാശമില്ലെന്ന്. അതായത് പ്രോപ്പർ ചാനലിലൂടെ അവകാശമുള്ളവർ ഏറ്റെടുത്താൽ കുഴപ്പമില്ല എന്നർത്ഥം. അതിന് ശ്രമിക്കാതെ അന്നു മുതൽ കേസ് തീർന്നു എന്ന തരത്തിൽ കള്ളക്കളി കളിച്ചു വരികയാണ് സർക്കാർ. അതിന് ഏറ്റവും ഒടുവിൽ അത് എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു. പേരിന് വേണ്ടി ബിലീവേഴ്സ് ചർച്ചിനെ കൊണ്ട് പ്രതിഷേധം ഉന്നയിക്കുന്നു, ചർച്ചകൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറയുന്നു. ഒടുവിൽ കാശ് കെട്ടിവെച്ച് ഈ ഭൂമി ഏറ്റെടുക്കും എന്ന ഞെട്ടിക്കുന്ന സത്യമാണ് ആദ്യം പറഞ്ഞത്. കോടതിയിൽ കാശ് കെട്ടിവെക്കുമെന്ന് തർക്കം തീർന്നു കഴിയുമ്പോൾ ആർക്കാണ് ഉടമസ്ഥാവകാശം എന്ന് പറയാൻ. ഇപ്പോൾ അതും മറികടന്ന് കാശ് കെട്ടിവെക്കുകയല്ല, കാശ് കൊടുക്കുകയാണ് എന്ന് നിയമനിർമ്മാണം നടത്തുന്നു. അതായത് ശതകോടികൾ ബിലീവേഴ്സ് ചർച്ചിനും KP യോഹന്നാനും കൊടുത്ത് സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. ഇനി അറിയേണ്ടത് ഇതിന്റെ പിന്നിൽ എത്ര കോടിയുടെ അഴിമതി നടന്നു എന്ന് മാത്രമാണ്. ഈ ഇടപാട് വഴി പിണറായി വിജയൻ തെളിയിക്കുന്നത് സാഹചര്യം കിട്ടിയാൽ കേരളത്തെ പോലും അദ്ദേഹം തൂക്കി വിൽക്കുമെന്നാണ്. ഇത്രയുമാണ് ഇതിന്റെ സാരാംശമെങ്കിലും ഇത് എന്തുകൊണ്ട് സർക്കാർ ഭൂമിയാണ് എന്നുകൂടി അറിഞ്ഞാൽ മാത്രമേ ഞെട്ടൽ പൂർത്തിയാകൂ. അതുകൊണ്ട് പ്രേക്ഷകരോട് ഞാൻ തുടരാൻ അഭ്യർത്ഥിക്കുന്നു, അതുകൂടി കേൾക്കുക. തിരുവിതാംകൂർ ഭരണകാലത്ത് മാർത്താണ്ഡവർമ്മ രാജാവ് വഞ്ഞിപ്പുഴ മഠത്തിനും പശ്ചിമഘട്ടം ദേവസ്വത്തിനുമായി കൊടുത്തതാണ് ഈ 2700ഓളം ഏക്കർ വരുന്ന ഇപ്പോഴത്തെ വിവാദ ഭൂമി.
1800കളുടെ മധ്യേ ലണ്ടനിൽ നിന്നും അനേകം സമ്പന്നരായ കൃഷിക്കാർ ഇവിടെ എത്തുകയും കേരളത്തിലെ പല നാട്ടുരാജാക്കന്മാരിൽ നിന്നുമായി കൊല്ലം മുതൽ വയനാട് വരെയുള്ള പശ്ചിമഘട്ട താഴ്വരകളിലെ ഭൂമി പാട്ടത്തിനെടുക്കുകയും ചെയ്തു. അക്കാലത്ത് ദേവസ്വത്തിനുള്ളതും ഈ പറയുന്ന കഞ്ഞിപ്പുഴ മഠമടക്കമുള്ള ആളുകളുടെ കയ്യിലുള്ളതും ഇടപ്രഭുക്കന്മാരുടെ കയ്യിലിരുന്നതുമായ ഭൂമിയൊക്കെ ഇവർ പാട്ടത്തിനെടുത്തു. അങ്ങനെയാണ് കേരളത്തിൽ റബ്ബറും തേയിലയും കാപ്പിയും ഒക്കെ കൃഷി തുടങ്ങുന്നത്. ഏതാണ്ട് 74,000 ഏക്കർ കൃഷിഭൂമിയാണ് ഈ സായിപ്പന്മാർ ഇവരെ തോട്ടവിളകൾ കൃഷി ചെയ്ത് നടത്തിക്കൊണ്ടുപോയത്. 1921 ഈ തോട്ടങ്ങളുടെ എല്ലാത്തിൻ്റെയും നടത്തിപ്പ് മലയാളം പ്ലാന്റേഷൻ UK എന്ന പേരിൽ ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിലാക്കുന്നു. ഇതിനു മുൻപ് പല കമ്പനികളായിരുന്നെങ്കിലും ഈ മലയാളം പ്ലാന്റേഷൻ UK രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ച നമ്പർ 4/210 ഗ്രേറ്റ് ടവർ ലണ്ടൻ എന്ന വിലാസത്തിൽ തന്നെയായിരുന്നു ആ കമ്പനികളെല്ലാം. ഇതോട് 1921 മുതൽ ഈ കമ്പനികളെല്ലാം ഒറ്റ കമ്പനിയായി മാറുന്നു, ഒരേ വിലാസത്തിൽ. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. മാർത്താണ്ഡവർമ്മ രാജാവിന്റെ കാലത്ത് ഈ ബ്രിട്ടീഷ് പ്രഭുക്കൾ ഈ ഭൂമി കൈവശപ്പെടുത്തിയത് പാട്ടത്തിനായിരുന്നു. ഇടപ്രഭുക്കളിൽ നിന്നും ദേവസ്വത്തിൽ നിന്നുമൊക്കെ ഭൂമി എടുത്തത് പാട്ടത്തിനായിരുന്നു. 1923 സ്വാതന്ത്ര്യത്തിന്റെ കാഹളം മുഴങ്ങിക്കേട്ടപ്പോൾ അവർ ഈ പാട്ടഭൂമി ഏകപക്ഷീയമായി സായിപ്പന്മാരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 3-4 സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യുന്നു ഈ കമ്പനിയുടേതായി. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ എല്ലാ പാട്ടഭൂമിയും അവർ കൊല്ലം സബ് രജിസ്ട്രാർ ഓഫീസിലും, എറണാകുളം, തൃശൂർ, ഇടുക്കിയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവ ചെങ്കൽപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിലും, കോഴിക്കോട്, വയനാട് മുതലായ മലബാർ പ്രദേശങ്ങളിലെ പാട്ടഭൂമി വൈത്തിരി സബ് രജിസ്ട്രാർ ഓഫീസിലും ഇവർ രജിസ്റ്റർ ചെയ്ത് അവരുടെ പേരിലാക്കുന്നു. 1600/1923 എന്ന നമ്പറിൽ കൊല്ലം സബ് രജിസ്ട്രാർ ഓഫീസിലുള്ള സ്വത്താണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് അടങ്ങിയ പാട്ടഭൂമി. 1963 കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം വരുന്നു. 1971 ഇന്ത്യയിൽ ഫെറ നിയമം വരുന്നു. ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി സ്വത്തുകൾക്ക് പരിധി ഉണ്ടാവുന്നു. ഫെറ നിയമം വന്നതോടുകൂടി ഇവിടെ നിന്നും ലണ്ടനിലേക്ക് ഇതിന്റെ ലാഭം കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നു. 1978 ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി മലയാളം പ്ലാന്റേഷൻ ഇന്ത്യ എന്ന പേരിൽ മറ്റൊരു കമ്പനിക്ക് രൂപം നൽകുന്നു. എന്നിട്ട് മലയാളം പ്ലാന്റേഷൻ ഇന്ത്യ ലിമിറ്റഡ്, മലയാളം പ്ലാന്റേഷൻ UK ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഷെയർ വാങ്ങുന്നു. ഓർക്കണം, ഭൂമിയുടെ അവകാശമാണെന്ന് ഓർക്കണം. ഷെയർ വാങ്ങുന്നു. 1984 ഹാരിസൺ ക്രോസ്ഫീൽഡ് ലിമിറ്റഡ് എന്ന മറ്റൊരു കമ്പനി, ഈ കമ്പനി ഈ പറയുന്ന മലയാളം പ്ലാന്റേഷൻ UK ലിമിറ്റഡിൽ നിന്നും തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ വാങ്ങിക്കൊണ്ടിരുന്ന കമ്പനിയാണ്, ഈ കമ്പനിയുമായി ലയിക്കുന്നു. അങ്ങനെ പുതിയ കമ്പനി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് ആവുന്നു. എന്നിട്ട് ഈ കമ്പനിയുടേതാണ് ഈ ഭൂമി എന്ന് അവർ അവകാശപ്പെടുന്നു. നിയമപരമായി ആധാരം ചെയ്തു കൊടുത്തിരിക്കുന്നത് മലയാളം UK ലിമിറ്റഡ് എന്ന മലയാളം പ്ലാന്റേഷൻ UK ലിമിറ്റഡ് എന്ന ലണ്ടൻ കമ്പനിക്കാണ്. അവർക്ക് ഇതിൻ്റെ ഈ പറയുന്ന കമ്പനികൾക്കൊന്നും, ഹാരിസണും അല്ലെങ്കിൽ മലയാളം ഇന്ത്യ ലിമിറ്റഡിനും ഒന്നും അവകാശമില്ല. ഷെയർ വാങ്ങിയതുകൊണ്ട് ആധാരം മാറുകയില്ല എന്ന വസ്തുത ഇവരെല്ലാം മറക്കുന്നു. 74,000 ഏക്കർ ഭൂമിയുടെ നടത്തിപ്പ് അങ്ങനെയാണ് ഹാരിസൺ മലയാളം എന്ന കമ്പനിയുടെ കൈകളിൽ വരുന്നത്, ആധാരം വഴിയോ നിയമപരമായോ അല്ല. അന്നു മുതൽ ഈ കമ്പനി അനധികൃതമായി സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്ത ഭൂമി ചില്ലറയായും മൊത്തമായും വിറ്റുകൊണ്ടിരിക്കുന്നു. ഇനി അവരുടെ കയ്യിൽ 59,000 ഏക്കർ ഭൂമി അനധികൃതമായി ബാക്കിയുണ്ട്. ബാക്കിയൊക്കെ അത് വിറ്റു തുലച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ നടന്ന കച്ചവടങ്ങളിൽ ഒന്നാണ് 2,000 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റ്. ഈ 2005 ഇത് ഹാരിസൺ മലയാളം UK ലിമിറ്റഡ് ബിലീവേഴ്സ് ചർച്ചിന് കൈമാറുമ്പോൾ അവർക്ക് കൈമാറുന്നതിനുള്ള അവകാശമേ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ മറ്റൊരു വമ്പൻ ട്വിസ്റ്റ് വന്നത്. 1955 പാട്ടവ്യവസ്ഥകൾ ലംഘിച്ചതിന് വഞ്ഞിപ്പുഴ മഠം മലയാളം പ്ലാന്റേഷൻ UK ലിമിറ്റഡുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുകയും
പാട്ടം റദ്ദു ചെയ്യുകയും ചെയ്തു എന്ന് മാത്രമല്ല, അവരുടെ കയ്യിലിരുന്ന ഈ 2000-ലധികം ഏതാണ്ട് 2700-ഓളം ഏക്കർ ഭൂമി സർക്കാരിന് വിട്ടുകൊടുത്തു. ഓർക്കുക, ഇത് നാട്ടുരാജാവിന്റെ ഇന്ത്യയല്ല, ഇത് ആധുനിക ഇന്ത്യയാണ്, ജനാധിപത്യ ഇന്ത്യയാണ്. അതുകൊണ്ട് വഞ്ഞിപ്പുഴ മഠം സകല അവകാശങ്ങളും സർക്കാരിന് വിട്ടുകൊടുത്തു. അന്ന് മുതൽ ഇത് പൂർണ്ണമായും സർക്കാരിന്റെ ഭൂമിയാണ്, പാട്ടക്കരാറ് പോലുമില്ല. പക്ഷേ സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല, ആദായമെടുക്കാൻ ശ്രമിച്ചില്ല. ഈ ഭൂമി മുഴുവൻ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ കൈവശം വെച്ചു. അവരതിൻ്റെ ആദായമെടുത്തു. അവരതിൽ ഏതാണ്ട് 20,000 ഏക്കറോളം വിറ്റു. ഈ വഞ്ഞിപ്പുഴ മഠം സർക്കാരിൽ തിരിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നത് വെറും പ്രഖ്യാപനമല്ല, അതിന് രേഖകളുണ്ട്. സർക്കാർ അതിന് വഞ്ഞിപ്പുഴ മഠത്തിന് പ്രതിഫലവും കൊടുത്തു. അതായത് ഈ പറയുന്ന മിച്ചഭൂമി ഏറ്റെടുക്കുമ്പോൾ കൊടുക്കുന്ന പ്രതിഫലവും കൊടുത്തു. പൂർണ്ണമായും സർക്കാരിന്റെ ഭൂമിയായി. ആ ഭൂമിയാണ് നിയമവിരുദ്ധമായി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ് ബിലീവേഴ്സ് ചർച്ചിന് കൊടുക്കുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി പ്രധാനമായും ഈ വിവരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നത് സജിത് പരമേശ്വരൻ എന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം മംഗളത്തിന്റെ പത്തനംതിട്ട ലേഖകനാണ്. സജിത് പരമേശ്വരൻ ഈ വിവരം പുറത്തു കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വധശ്രമം 3 തവണയുണ്ടായി. സർക്കാർ ഒരു കമ്മീഷനെ വെക്കുന്നു, രാജമാണിക്യം കമ്മീഷനെ വെക്കുന്നു. രാജമാണിക്യം കമ്മീഷൻ എല്ലാ രേഖകളും പരിശോധിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. അതാണ് സാങ്കേതികമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഭൂമിയാണ്, അതായത് മാർത്താണ്ഡവർമ്മ രാജാവ് പാട്ടത്തിന് കൊടുത്ത് അത് നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്ത് നിയമവിരുദ്ധമായി വിറ്റ് അതിനും മുൻപേ പാട്ടം റദ്ദാക്കി വഞ്ഞിപ്പുഴ മഠം സർക്കാരിന് കൊടുത്ത് സർക്കാർ നഷ്ടപരിഹാരം കൊടുത്ത ഈ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കാതെ ഇപ്പോൾ എയർപോർട്ട് നിർമ്മിക്കുന്നതിന് ബിലീവേഴ്സ് ചർച്ചിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ശ്രമിക്കുന്നത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഈ നാടിനെ ഇങ്ങനെ വിറ്റുതുലയ്ക്കാൻ ആരാണ് പിണറായി വിജയന് ലൈസൻസ് കൊടുത്തത് എന്ന് നിങ്ങൾ ആലോചിക്കുക.